രാജ്യത്താകമാനം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം മിക്ക സംസ്ഥാനങ്ങളിലുണ്ട്. മിക്ക നഗരങ്ങളിലും പോലീസ് പരിശോധന നടന്നപ്പോൾ ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. ക്ഷേത്ര പരിസരത്ത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുന്നു. സുജിത്ത്, എപ്പോഴാണ് പരിശോധന തുടങ്ങിയത്? ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഭക്തജനങ്ങൾ അവിടെ സന്ദർശിക്കുന്നതിന് വിലക്ക് എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ പരക്കെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ തന്നെ പരിശോധന ശക്തമാണ്. അതായത് സംശയാസ്പദമായി തോന്നുന്ന ആളുകളെയൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുന്നു. അവരുടെ ബാഗുകൾ അടക്കം പരിശോധിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ കൂടുതൽ പരിശോധന ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ പരിശോധനയാണ് നടക്കുന്നത്. IRB അവഞ്ചേഴ്സ് 80 സംഘമാണ് പരിശോധന നടത്തുന്നത്. അതായത് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരുടെ ബാഗുകളും അതുപോലെ തന്നെ കയ്യിലുള്ള കവറുകളും ഒക്കെ തന്നെ പരിശോധിക്കുന്നു. സാധാരണ ഇവർക്ക് ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ ക്ലോക്ക് റൂമിലേക്ക് കൊണ്ടുവയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യമാണ്. അതിനുശേഷം കടന്നു വരുമ്പോഴാണ് പരിശോധന ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇപ്പോൾ അതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ കിഴക്കേ നടയിൽ പ്രധാന കവാടത്തിന്റെ ഭാഗത്തായിട്ട് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ഇപ്പോൾ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ പരിശോധന നടക്കുന്നത്. ക്ഷേത്രത്തിനകത്താണുള്ളതെങ്കിൽ ഇപ്പോൾ പുറത്തും ഈ സംഘം ഏതാണ്ട് 50ഓളം പേരടങ്ങുന്ന സംഘമാണ്. വിവിധ നടയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും കിഴക്കേ നട, പടിഞ്ഞാറേ നട, അതുപോലെ VIPs എത്തുന്ന വടക്കേ നടയിലടക്കം പരിശോധന കൂടുതൽ ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ലോക്കൽ പോലീസും പരിശോധനയിൽ ഇവർക്കൊപ്പമുണ്ട്. ഭക്തരുടെ ബാഗുകളും കവറുകളും ഒക്കെ തന്നെ തുറന്ന് പരിശോധിക്കുകയാണ്. അതിന് പൂർണ്ണമായും പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇവരെ ഭക്തരെ അകത്തേക്ക് കടത്തിവിടുന്നത്. അകത്തേക്ക് കടക്കുമ്പോഴും പ്രത്യേക ഡിറ്റക്ടർ ഉപയോഗിച്ചടക്കം പരിശോധന നടത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. പത്മതീർത്ഥക്കുളത്തിന് സമീപത്തേക്ക് എത്തുന്ന ഭക്തർ അവിടെ നിന്ന് അവരെ നിയന്ത്രിച്ചാണ് ഭക്തരെ അകത്തേക്ക് കടത്തിവിടുന്നത്. അതിനുശേഷമാകും പരിശോധനയ്ക്ക് ശേഷം ഭക്തർ ഇറങ്ങി വരുന്നു. ഇറങ്ങി പോകുന്നവർക്ക് ഒരു പ്രത്യേക ക്രമീകരണങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്നവർ പൂർണ്ണമായും പരിശോധനയ്ക്ക് വിധേയരായി വേണം അകത്തേക്ക് കടനാനെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡോഗ് സ്ക്വാഡും പരിശോധന ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.